സായി കോട്ടക്കലാണ്. കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാനൊരു കാര്യം പറയുന്നത് കേട്ടോ. പുതിയൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകൾ തുടങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ റൺ ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആശയം കൊണ്ടുവരുന്ന സമയത്ത് അതൊരു ബിസിനസ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് പിടിച്ച പരിപാടി. അത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റണമെന്നില്ല. എപ്പോഴും അതിന് ഒരു ബാക്കപ്പ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യമായിട്ട് വരും. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാനും എൻ്റെ കമ്പനിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള കൺസൾട്ടിങ് പരിപാടികളാണ്. നമ്മൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ബിസിനസ് തുടങ്ങണം, എന്താണ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള മേഖല, ഏത് തരത്തിൽ അതിനൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ ആളുകളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റും, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽ എന്താണ്, ഇതിന് എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്ത് തരത്തിലുള്ള ബിസിനസ് തുടങ്ങണം, ആ ഒരു ലൊക്കാലിറ്റിക്ക് അനുസരിച്ച് അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി ഇന്ന ബിസിനസ് ചെയ്യാൻ പറ്റും, ഇന്ന ബിസിനസ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഇതിനൊരു ഇത്ര ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിലും വലിയ ടാസ്ക്കാണ്. UAE സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലൊക്കേഷൻ കിട്ടുക എന്ന് പറയുന്നത്, ആ ലൊക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലതരത്തിലും കീ മണീസ് കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന കുറേ ബ്രോക്കേഴ്സ് കാര്യങ്ങളുണ്ടാവും. ഇവരെയൊക്കെ കവറപ്പ് ചെയ്തിട്ട് വേണം അതിലോട്ട് എത്താൻ. അത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇതിന് ഏത് തരത്തിലുള്ള ലൈസൻസ് എടുക്കണം, ഈ ലൈസൻസിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, ഈ ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഇതിൻ്റെ ഇൻസ്പെക്ഷൻ ലെവലുകൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഇതിന് എടുക്കണം, ഇതെല്ലാം അടുത്തൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബെറ്റർ നമ്മളെ ഒരു കയ്യിൽ ഒതുങ്ങാവുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഇതിനൊരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഡെക്കറേഷൻ വർക്കുകൾ, അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ, അതിൻ്റെ പ്ലംബിംഗ് വർക്കുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം, ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യണം, ഒരു ഡിസൈനിങ് സ്ട്രക്ചർ ഉണ്ടാക്കണം, ആ തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് കാര്യങ്ങൾ എവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാം, ഏത് തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനോട്ട് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം അടുത്തൊരു ടാസ്ക്കാണ്. അതിൻ്റെയൊക്കെ ശേഷം അടുത്ത് വരുന്നത് ഇതിന് വേണ്ട സൈനേജ് ഐറ്റംസ്, സൈൻ ബോർഡിൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണം, ലോഗോ എങ്ങനെ വേണം, ആ ലോഗോ ഏത് തരത്തിൽ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ടുള്ള ടാസ്ക്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വരുന്ന അവിടേക്ക് വേണ്ട സ്റ്റാഫ് റിക്വയർമെൻറ്റ്സ്, ഇങ്ങനത്തെ സ്റ്റാഫുകൾ വേണം, ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ള സംഭവങ്ങൾ, ബാങ്ക് അക്കൗണ്ട്സ് വേണം, സ്വൈപ്പിംഗ് മെഷീൻസ് വേണം, IT റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസുകൾ വേണം, സോഫ്റ്റ്വെയർസ് വേണം, CCTV ക്യാമറാസ് വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളെല്ലാം തുറക്കണം. സോഷ്യൽ മീഡിയയുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് സ്റ്റൈൽ ഓഫ് സംഭവങ്ങൾ, നമ്മൾ ഓൺലൈൻ ആപ്പുകൾ കുറേ സംഭവങ്ങളുണ്ട്. അതിലൂടെ എങ്ങനെ നമ്മൾ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാം, ബിസിനസ്സിനെ ചെയ്യാം എന്നുള്ള സംഭവങ്ങളുണ്ട്. വെബ്സൈറ്റ് പോലുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ ടാസ്കുകളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഇനാഗുറേറ്റ് ചെയ്യണം, ഒരു ഇനാഗ്രേഷൻ ചെയ്യണം, മറ്റുള്ളവരിലോട്ട് അറിയിച്ച് നമ്മുടെ ഒരു പേഴ്സണൽ മൂവ്മെൻ്റ് ആണല്ലോ അല്ലേ. നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ ഒരു വീട്ടിലെ കല്യാണം നടത്തുന്ന പോലെ തന്നെയാണ് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ്സിൻ്റെ ഒരു